നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചർച്ച നിങ്ങൾ ആരും കാണാതെ പോകരുത് കേട്ടോ. സംഘപരിവാറിന്റെ അമേദ്യം അമർതാണെന്നും പറഞ്ഞ് 4-5 നേരം വെട്ടിമിഴുങ്ങി ഗോമൂത്രവും കുടിച്ച് തലയുടെ ഫിലമെന്റ് അടിച്ചു പോയിട്ടുള്ള ഒരു വേട്ടാവളിയനുണ്ടല്ലോ. മുസ്ലിം നാമധാരിയാണ്, ഹാർപ്പിക് ഹുസൈൻ എന്നാണ് ഇവന്റെ പേര്. ചലം ടി വിയിലെ നിത്യ സന്ദർശകനാണ്. പിന്നെ ഇതിനകത്ത് സാധാരണ വരാറുള്ളതെന്ന് പറഞ്ഞാൽ 4-5 പേര് ചർച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് അതിൽ 5 പേര് ഈ സംഘപരിവാർ അനുഭാവികളും ഒരാളെ കൊല്ലാൻ വേണ്ടി പുറത്തു കൊണ്ടുവന്നിരുത്തും. അത് ഏതെങ്കിലും മറ്റ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റ് സമുദായത്തിൻ്റെ വക്താക്കളായിരിക്കും. പക്ഷെ നമ്മുടെ ജലീൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് കേട്ടോ, ഈ പുള്ളിക്കാരനെ ഇതിനകത്ത് വിളിച്ചുകൊണ്ട് വന്ന് തൊട്ടപ്പുറത്ത് നമ്മുടെ സെൻകുമാർ മാമനും പിന്നെ നമ്മുടെ ഹാർപ്പിക് വേട്ടാവളിയനും ഇരിപ്പുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ മരണപ്പെട്ട സാവരിയ മോൾ എന്ന് പറയുന്ന ഒരു സഹോദരി, മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. ആ കുട്ടിയോടൊപ്പം പഠിക്കുന്ന ഒരു സഹപാഠിയായിട്ടുള്ള ഒരു മുസ്ലിം പയ്യൻ ഇപ്പോഴത്തെ തലയ്ക്ക് ലാപ്ടോപ്പ് കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയ വാർത്ത നമ്മളെല്ലാം കേട്ടു. ആരെങ്കിലും ഈ പറയുന്നവന് ഈ നാട്ടിൽ ആരെങ്കിലും അവൻ അംഗീകരിക്കുമോ? ഒരാളും ആ കൊടും കുറ്റവാളിയായിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള ആ നാറിനെ ഇവിടെ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ മലൻ ടി വിക്കകത്ത് ഇപ്പം മുസ്ലിം ആയതുകൊണ്ട് ഇത് മറ്റേ ജിഹാദാണ്. ഏതാ ഈ പണ്ട് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് കേരളത്തിൽ നിന്ന് 33,000-ഓളം പെണ്ണുങ്ങളെ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് തട്ടിവിട്ടപ്പോഴത്തേക്ക് അത് ഇവിടുത്തെ തലയ്ക്കകത്ത് ബോധമുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ പൊളിച്ചടുക്കി അവൻ്റെ കണ്ണാക്കി കൊടുത്തായിരുന്നു. ഇപ്പം നമ്മുടെ ജലീലുമായിട്ട് കോർക്കാൻ വന്ന ഈ വേട്ടാവളിയനെയും കൃമികീടങ്ങളെയും കൂടെ അടിച്ച് മൂലക്കേറ്റുന്ന ഒരു കിഡിലൻ ഡിബേറ്റ് മിസ് ചെയ്യരുത്. മുഴുവൻ കണ്ടിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇതിൻ്റെ കമൻ്റ് അറിയിക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജലീൽ പുനലൂർ, അങ്ങ് പറഞ്ഞു ഒരു മതവിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരം പരാമർശങ്ങളൊക്കെ ഈ RSS അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞു. മുസ്ലിം മതവിഭാഗത്തിലെ 90% പേരും അങ്ങനെ ഏതെങ്കിലും ഒരു വർഗീയതയെ അല്ലെങ്കിൽ ഭീകരതയെ പിന്തുണയ്ക്കുന്നവരാണ് എന്നുള്ള അഭിപ്രായമൊന്നും ആർക്കുമില്ല. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. പക്ഷേ അതിലെ പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കേണ്ട സമയത്ത് നിങ്ങൾ ഒരു കാലത്തും തുറന്നു കാണിച്ചിട്ടില്ല. അറിയാം മാഡം. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള ഈ മതഭീകരർ, ജിഹാദികൾ കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഈ അഹമ്മദാബാദ് കേസ് മാത്രം എടുത്തു നോക്കൂ. ഈ വധശിക്ഷയും അതുപോലെ ജീവപര്യന്തം തടവും ശിക്ഷ വിധിച്ച ആളുകൾ അത്രയും എല്ലാം മുസ്ലിം ജനവിഭാഗത്തിൽ പെടുന്നതാണ്. അതിന് ഞാനെന്ത് വേണമെന്നാ? കാഴ്ചപ്പാടാണ്. സത്യത്തെ തിരിച്ചറിയാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞാൻ വളരെ ഹൃദയശുദ്ധിയോടുകൂടി ആത്മാർത്ഥമായി പറയുന്നു, ഞാൻ ദേശീയതയെ തിരിച്ചറിഞ്ഞത്, അതല്ലെങ്കിൽ ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം അറിഞ്ഞത് 6ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് എന്നെ കൊണ്ടുപോയി പുനലൂരിലെ NMA മദ്രസയിൽ ചേർത്തണം മുതലാണ്. ആഗസ്റ്റ് 15-ന് എൻ്റെ നെഞ്ചത്ത് പതിച്ചതാണ് എൻ്റെ ഐഡന്റിറ്റി, ദേശീയത. ആ ഉസ്താദാണ് അത് പഠിപ്പിച്ചത്. അത് കേരളത്തിലെ 10-12,000-ഓളം മദ്രസകളുണ്ട്. ആ മദ്രസകളിലെ കുട്ടികൾ പഠിച്ചു വരുന്നത് ജിഹാദും രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടവും യുദ്ധമൊന്നുമല്ല, ദേശീയതയാണ് പഠിക്കുന്നത്. കൂത്താലും തൊടുത്താലും കൈത്തെടുത്തിട്ടാലും ഇത് മയൂല. കാരണം അറിയോ, ഇതിൽ സത്യമുണ്ട്. ഈ മണ്ണിന്റെ ഇന്ത്യന്റെ സത്യം. നിന്റെ പിതാവിനെ, നിന്റെ മാതാവിനേക്കാൾ, നിന്റെ സഹോദരിയേക്കാൾ കൂടുതലായി നിന്റെ രാജ്യത്തെ ഒന്ന് ആരിഫ് ഹുസൈൻ ഇടപെടുന്നുണ്ട്. ചർച്ചയിൽ 3 പേരിരിക്കുന്നു. അവർ 2 പേരും മുൻ DGP സാറിനോട് എനിക്ക് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ സംവദിക്കുന്നത്. അയാളാണല്ലോ ഈ മണ്ടന്മാരുടെ മരമണ്ടൻ രാജാവ്. അപ്പൊ അതിന്റെ ഇടയിൽ കയറി പ്രഹസനം സൃഷ്ടിക്കുക, എന്നിട്ട് ഹീറോ ചമയുക, ആരെയൊക്കെയോ പറ്റിച്ചെന്തോ, ആ ശീലം നല്ലതല്ല. പറ്റിപ്പോയി. അദ്ദേഹം 1-2 കടന്ന വാക്കുകൾ ഉപയോഗിച്ചു. അതിന് മറുപടി ആ ശൈലിയിൽ ഞാൻ പറയാത്തതിന്റെ കാരണം, ഒന്ന്, ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മീഡിയയാണ്. ഇന്ന് നീലിമ എന്ന് പറയുന്ന ഒരു സ്ത്രീത്വത്തെ ഞാൻ മാനിക്കുന്നു. സത്യത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തെയും പ്രത്യേകിച്ച് RSSനെയും പറ്റിച്ചും തട്ടിച്ചും കാര്യങ്ങൾ നേടിയെടുക്കാൻ അജണ്ട നിർമ്മിച്ചുകൊണ്ട് ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അത് നാളെ നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറയുന്നത് സത്യമായിട്ട് തോന്നും. ബാക്കി പറഞ്ഞുതരാം. ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നു. ലവ് ജിഹാദ് ഉണ്ട് എങ്കിൽ ആ ജാതി തോന്നിയാസം കാണിക്കുന്നവനെ കയ്യാമം വെച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെ ഉസ്ബെക്കിസ്ഥാനിലെ സാറേ, അതിനെ ആരംഗീകരിക്കുന്നു സാറേ? ഒരു കൊടും തെമ്മാടി ഒരു പെൺകുട്ടിയെ ലാപ്ടോപ്പ് വെച്ച് അടിച്ചു വന്നിട്ട് അവനെങ്ങനെ ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാൻ? എന്റെ മുഖത്ത് ഇറങ്ങാൻ വരുന്നത് സെൻകുമാർ സാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ താങ്കളോട് പറയാം. ഒരാളെയും നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ പ്രേമിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അയാൾ മുസ്ലിം ആകില്ല.
ഒരുത്തൻ ആശയം കൊണ്ട് പുലുകിയാൽ മാത്രമേ ആശയം കൊണ്ട് പുലുകിയാൽ അങ്ങ് ഈ വിഷയത്തിൽ എപ്പോഴും അവൻ പുലർത്തുന്ന അതേ മുസ്ലിം സമീപനം തന്നെയാണ്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ലവ് ജിഹാദിന് തെളിവ് എവിടെ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. എന്തായാലും ഉസ്ബെക്കിസ്ഥാനിൽ നടന്നത് മതപരിവർത്തന ശ്രമമാണ്. അത് എതിർത്തതിനാണ് ആ പെൺകുട്ടിയെ തല്ലിച്ചതച്ച് ആ കുഞ്ഞിന്റെ ജീവൻ പൊലിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇവിടെ ഇദ്ദേഹം താൻ പഠിച്ച മദ്രസയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ സ്ഥിരം വെളുപ്പിക്കുന്നത്. കാര്യം കഴുത പറഞ്ഞാലും കേൾക്കണല്ലോ. അത് നമ്മൾ സ്വീകരിക്കരുത് എന്നാണ് ഞാൻ എപ്പോഴും പറയാ. കാരണം ഇത് സ്ഥിരമായിട്ട് ഈ പറയുന്ന ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വരുന്ന ജിഹാദിനെ വെളുപ്പിക്കാൻ വരുന്ന എല്ലാവരും പറയുന്ന അതേ ഡയലോഗാണ്. വാസ്തവം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്ലാമിനെ അറിയില്ല. ഇസ്ലാം അറിയുന്ന വ്യക്തികളാണ് ഇവിടുത്തെ തീവ്രവാദികൾ. കാരണം അവര് ഈ ജലീലിനേക്കാൾ കൂടുതൽ ഇസ്ലാം പഠിച്ചിട്ടുണ്ട്. എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈൻ മീഡിയ വൺ ചാനൽ തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിച്ച് ജിഹാദി ആഹ്വാനം നടത്തിയെന്നും ജീവൻ അപകടത്തിലാണെന്നുമാണ് പരാതി. അത് ശരിയാ. പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് രീതി ചിന്തിക്കാൻ പറ്റും. വലിയ മുസ്ലിം വിരോധിയാണ് ആരിഫ് ഹുസൈൻ എന്ന് വരുത്തി തീർക്കാനുമൊക്കെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അതിൽ തന്നെ ആരിഫ് ഹുസൈൻ ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. താനൊരു മുസ്ലിം വിരോധിയല്ല. ഈ സമുദായത്തിലുള്ള ചില പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിൽ തിരുത്തേണ്ട കാര്യങ്ങൾ നിരന്തരം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഈ കണ്ടവന്റെ ആസനം താങ്ങുന്ന ഏർപ്പാട് നിർത്തി വേറെ വല്ല പണിയുണ്ടോ നോക്കുന്നില്ല. മാറ്റണം എന്ന ഒരു ലക്ഷ്യം. കാരണം ഇസ്ലാമിൽ ഖുർആനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, ഒരു ബഹുദൈവ വിശ്വാസിനിയെ അവൾ ഇസ്ലാമിലേക്ക് വരുന്നത് വരേക്കും നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ കല്യാണം കഴിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു മുസ്ലിം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവളെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. 9:20 സൂറത്ത് തൗബ എടുത്ത് തുറന്നിരുന്ന് വായിക്ക്. നിങ്ങൾ ഉണ്ട കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു മണ്ണ ഖുർആൻ എടുത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ മുസ്ലിങ്ങളെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കാരണമാണ് ഞാൻ പറഞ്ഞ അള്ളാഹു പച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, തന്തയില്ലാത്തവനെ വിളിച്ചിട്ട് എന്നെ കൂടെ വിളിപ്പിക്കരുത് ഞാൻ വീണ്ടും പറയാണ്. ഇപ്പോൾ എന്തായി പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ഇല്ലേ, തന്തയില്ലാത്തവനെന്ന്. അത് ഇവന്റെ ഉമ്മായും ബാപ്പായും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ജനിച്ചതല്ല എന്നുള്ളത്. അതിന്റെ പ്രവൃത്തികളാണ് ഇവൻ വന്നിരുന്നുണ്ട്, ഈ മലൻ ടി വിക്കകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ ഛർദ്ദിക്കുന്നതും. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, നിങ്ങളിത് കേട്ടല്ലോ, ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മറുപടി കൊടുക്കുക. പിന്നെ ഖുർആനിൽ പഠിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് ഇവിടുത്തെ മതപണ്ഡിതന്മാർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം ഇവൻ കോയാ കോളിംഗ് എന്നും പറഞ്ഞൊരു പരിപാടി തുറന്നു വെച്ചിട്ട് ഇവൻ സ്പോൺസേഡ് ചെയ്തിട്ടുള്ള മറ്റു ചില സംഖ്യകളെ കൊണ്ട് ഇവൻ്റെ ഫോണിലേക്ക് വിളിപ്പിച്ചിട്ട് ഇസ്ലാം അങ്ങനെയാണ്, ഇസ്ലാം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകടാ. നീയല്ല, നിന്നെപ്പോലെ ഇനി 10,000 വന്നിട്ട് ഈ കള്ള പ്രചരണം നടത്തിയാലും ഇതൊന്നും ഇവിടുത്തെ ഒരു രോമത്തിന് പോലും ഒരിളക്കവും തട്ടത്തില്ല. അതില്ല, നീ ആണായിട്ടല്ല ജീവിക്കുന്നത്, നീ ആണും പെണ്ണും കെട്ട ശിഖണ്ഡികളെ കാട്ടി കഷ്ടമായിട്ടാണ് ജീവിക്കുന്നത്. സംഘപരിവാർ കൊടുക്കുന്ന ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് കൊണയടിക്കാൻ. നാണവും മാനവും ഉളുപ്പും അഭിമാനവും നിനക്ക് ഇല്ല എന്നുള്ളത് കേരളത്തിലെ മലയാളികൾക്ക് നന്നായിട്ട്. പിന്നെ ഈ സെപ്റ്റി ടാങ്ക് തകർത്തിട്ട് ആരെങ്കിലും അകത്തോട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഇഡികളും മണ്ടന്മാരൊന്നും അല്ലടാ. ഹാർപ്പിക്കൂളെ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെയുള്ള മറുപടി നല്ല ഞെരിപ്പായിട്ട് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കണേ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. കൊടുക്കാനുള്ളത് ജലീൽ സാഹിബ് അടിച്ച് അവൻ്റെ അണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. ബൈ.